മാർക്കറ്റിൽ സ്പീഡും ഇമോഷൻസും സാധാരണയാണ്. ഇമോഷൻസ് ഫീൽ ചെയ്യുന്നതല്ല പ്രശ്നം. പ്രശ്നം ഇമോഷൻ ഫോളോ ചെയ്യുന്നതാണ്. നമസ്കാരം. ഏവർക്കും ഗോൾഡൻ സീഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു ഓപ്ഷൻ ബയേഴ്സിന് എങ്ങനെ പണം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു ആമുഖത്തെക്കുറിച്ച്. ഇന്ന് നമ്മൾ വളരെ സ്പെസിഫിക് ആയ ഒരു കാര്യം സംസാരിക്കാം: മാർക്കറ്റ് സ്പീഡ് ആൻഡ് ഇമോഷണൽ ട്രേഡിംഗ്. മാർക്കറ്റ് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ബയേഴ്സിന് എന്തുകൊണ്ട് കൺട്രോൾ നഷ്ടപ്പെടുന്നു? മാർക്കറ്റ് ഓപ്പണായി ആദ്യ 30 മുതൽ 60 മിനിറ്റിൽ അല്ലെങ്കിൽ സഡൻ ബ്രേക്കൗട്ട് സമയത്ത് കാൻഡിൽസ് വേഗത്തിൽ മൂവ് ചെയ്യുന്നത് നമ്മൾ കാണും. ആദ്യത്തെ കാൻഡിൽ ഗ്രീൻ, നെക്സ്റ്റ് കാൻഡിൽ ബിഗർ ഗ്രീൻ, പ്രീമിയം ജമ്പ് ചെയ്യുന്നു. അവിടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോട്ട്, ഇപ്പോൾ എടുക്കണം, ഇല്ലെങ്കിൽ മിസ്സാവും. ഇവിടെയാണ് പ്രോബ്ലം ആരംഭിക്കുന്നത്. മാർക്കറ്റിന്റെ സ്പീഡ് നമ്മുടെ മനസ്സിൽ അർജൻസി സൃഷ്ടിക്കുന്നു. അർജൻസി വന്നാൽ കാം ഡിസിഷൻ മേക്കിംഗ് ഓഫായി റിയാക്ഷൻ മോഡ് ഓൺ ആകും. ഈ റിയാക്ഷൻ മോഡിലാണ് ഓപ്ഷൻ ബയേഴ്സ് അധികം ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റിന്റെ സ്പീഡല്ല പ്രോബ്ലം, സ്പീഡിന് നമ്മൾ നൽകുന്ന മെന്റൽ മീനിംഗ് ആണ് പ്രോബ്ലം. ഫാസ്റ്റ് മാർക്കറ്റ് എന്നാൽ ഓപ്പർച്യൂണിറ്റി എന്ന് നമ്മൾ സബ്കോൺഷ്യസ്ലി വിശ്വസിക്കുന്നു. പക്ഷേ ട്രൂത്ത് അതല്ല. ഫാസ്റ്റ് മാർക്കറ്റ് എന്നാൽ ഇമോഷണൽ പ്രഷർ പ്ലസ് റിഡ്യൂസ്ഡ് തിങ്കിംഗ് ആണ്. മാർക്കറ്റ് ഫാസ്റ്റായി മൂവ് ചെയ്യുമ്പോൾ ബ്രെയിൻ അഡ്രിനലിൻ റിലീസ് ചെയ്യുന്നു. ഹാർട്ട് റേറ്റ് കൂടും, ബ്രീതിങ് ഷാലോ ആകും, കണ്ണ് സ്ക്രീനിൽ ഉടക്കി നിൽക്കും. ഈ സ്റ്റേറ്റിൽ ലോജിക് വീക്കനാകും. സ്ട്രാറ്റജി അറിയാം, റൂൾസ് അറിയാം, പക്ഷേ മൊമെന്റിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. ഓപ്ഷൻ ബയേഴ്സ് ലൂസ് മണി ഹിയർ നോട്ട് ബിക്കോസ് മാർക്കറ്റ് മൂവ് ഫാസ്റ്റ്, ദേ ലൂസ് ബിക്കോസ് മൈൻഡ് കുഡന്റ് സ്റ്റേ സ്ലോ. ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതേ മിസ്റ്റേക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു? കാരണം മാർക്കറ്റ് സ്പീഡ് ഒരു മെന്റൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ലൂപ്പ് ഇങ്ങനെയാണ്: മാർക്കറ്റ് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ ആദ്യം തോന്നുന്നത് എക്സൈറ്റ്മെന്റ് ആണ്. ആ എക്സൈറ്റ്മെന്റിന്റെ പിന്നാലെ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി പോയല്ലോ എന്നൊരു ഫിയർ വരും. ആ ഫിയർ കൊണ്ടാണ് നമ്മൾ ഹറി ചെയ്ത് ട്രേഡ് എടുക്കുന്നത്. ഹറി ചെയ്ത ട്രേഡിൽ റിസ്ക് കൺട്രോൾ ഉണ്ടാകില്ല. റിസ്ക് കൺട്രോൾ ഇല്ലാത്ത ട്രേഡ് കൂടുതലായും ലോസിലേക്കാണ് പോകുന്നത്. ലോസ് വന്നാൽ റിഗ്രറ്റ് വരും. പിന്നെ അടുത്ത ഫാസ്റ്റ് മൂവ് കണ്ടാൽ ഇപ്പോഴെങ്കിലും ശരിയാക്കണം എന്ന ചിന്ത വീണ്ടും തുടങ്ങും. ഇതാണ് ലൂപ്പ്. ബ്രെയിൻ സ്പീഡിനെ ഡേഞ്ചറായിട്ടും ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഡേഞ്ചർ അവോയ്ഡ് ചെയ്യാൻ ബ്രെയിൻ ക്വിക്ക് ആക്ഷൻ എടുക്കും. ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കാൻ ബ്രെയിൻ റഷ് ആകും. ബോത്ത് കേസസിലും ഡിസിഷൻ ഫാസ്റ്റ് ആകും. ഫാസ്റ്റ് ഡിസിഷൻ എന്നാൽ ഇമോഷണൽ ഡിസിഷൻ ആണ്. മാർക്കറ്റ് സ്ലോ ആകുമ്പോൾ ഓപ്ഷൻ ബയേഴ്സ് ബോർഡാണ്. എന്നാൽ മാർക്കറ്റ് ഫാസ്റ്റ് ആയാലോ ഓപ്ഷൻ ബയേഴ്സ് അഡിക്റ്റഡ് ആണ്. ലോസ് കഴിഞ്ഞാൽ മൈൻഡ് പറയും, മാർക്കറ്റ് മൂവിംഗ് തന്നെയല്ലേ, നെക്സ്റ്റ് ടൈം കുറച്ചു നേരത്തെ എൻട്രി എടുത്താൽ മതിയാകും. ബ്രെയിൻ പെയിൻ അവോയ്ഡ് ചെയ്യാൻ നെക്സ്റ്റ് ടൈം ഫാസ്റ്റായി റിയാക്ട് ചെയ്യുന്നു. ഇതുതന്നെയാണ് ട്രാപ്പ്. മാർക്കറ്റ് സ്പീഡ് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ മെന്റൽ സ്പീഡ് സ്ലോ ചെയ്യാൻ പഠിക്കാം. ഇവിടെ ടിപ്സ് പറയില്ല, പ്രിൻസിപ്പിൾസ് പറയാം. പ്രിൻസിപ്പിൾ 1: ഫാസ്റ്റ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ടതില്ല. ട്രേഡിംഗ് ഈസ് ഓപ്ഷണൽ. മാർക്കറ്റ് സ്പീഡ് മാൻഡേറ്ററി അല്ല. ഓപ്പർച്യൂണിറ്റി മിസ്സായാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരും. ക്യാപിറ്റൽ മിസ്സായാൽ ലോങ് ടേം സർവൈവൽ എന്നത് ഒരു ചോദ്യചിഹ്നമാകും. പ്രിൻസിപ്പിൾ 2: സ്പീഡ് ഡിമാൻഡ്സ് റിഡക്ഷൻ നോട്ട് ഇൻക്രീസ്. സ്പീഡ് കൂട്ടുകയല്ല, കുറയ്ക്കുക എന്നതാണ് ആവശ്യം. മാർക്കറ്റ് ഫാസ്റ്റ് ആകുമ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കോമൺ മിസ്റ്റേക്കാണ്. കറക്റ്റ് ബിഹേവിയർ ഓപ്പോസിറ്റ് ആണ്. ഫാസ്റ്റ് മാർക്കറ്റ് എന്നാൽ സ്മോളർ സൈസ്, ഫ്യൂവർ ട്രേഡ്സ്, മോർ ഒബ്സർവേഷൻ. പ്രിൻസിപ്പിൾ 3: ഡിസിഷൻ ഡിലേ ഇസ് എ സ്കിൽ. മിക്ക ട്രേഡേഴ്സും ഫാസ്റ്റ് ഡിസിഷൻ എന്നാൽ സ്മാർട്ട് ഡിസിഷൻ എന്ന് കരുതുന്നു. പക്ഷെ ട്രൂത്ത്, ഡിലേഡ് ഡിസിഷൻ എന്നാൽ ഡിസിപ്ലിൻഡ് ഡിസിഷനാണ്. ഡിലേ ഡസന്റ് മീൻ ഫിയർ, ഡിലേ മീൻസ് ക്ലാരിറ്റി. പ്രിൻസിപ്പിൾ 4: യുവർ കാം ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ എൻട്രി. നിങ്ങളുടെ മനസ്സ് അൺസ്റ്റേബിൾ ആണെങ്കിൽ ഏറ്റവും നല്ല എൻട്രിയും ഉപയോഗശൂന്യമായി പോകും. സോ ഓർക്കുക, കാം മൈൻഡ് പ്ലസ് ആവറേജ് എൻട്രി ഓൾവേസ് ബീറ്റ്സ് എക്സൈറ്റഡ് മൈൻഡ് പ്ലസ് പെർഫെക്റ്റ് എൻട്രി. പ്രിൻസിപ്പിൾ 5: ഫാസ്റ്റ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കേണ്ടി വന്നാൽ കൺട്രോളോടെ എടുക്കുക. മാർക്കറ്റ് ഫാസ്റ്റ് ആയാൽ ബെസ്റ്റ് ഡിസിഷൻ പലപ്പോഴും ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ്. പക്ഷേ ചില മൊമെന്റ്സിൽ ഓപ്ഷൻ ബയറിന് ട്രേഡ് എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കേണ്ടി വന്നാൽ ഈ പ്രിൻസിപ്പിൾ ഓർക്കണം. ഫാസ്റ്റ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ ഗോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കരുത്. ഗോൾ ഷുഡ് ബി ഡാമേജ് കൺട്രോൾ,
ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ. ഫാസ്റ്റ് മാർക്കറ്റിൽ സേഫസ്റ്റ് ബിഹേവിയർ ഇനി പറയുന്നവയാണ്. 1. ഒരു ട്രേഡ് മാത്രം എടുക്കുന്നത്. 2. മുൻകൂട്ടി തീരുമാനിച്ച എക്സിറ്റ്. 3. നോ റീഎൻട്രി മൈൻഡ്സെറ്റ്. നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ എപ്പോൾ എക്സിറ്റ് ചെയ്യണമെന്ന് മെൻ്റലി ഡിസൈഡ് ചെയ്തിരിക്കണം. ഫാസ്റ്റ് മാർക്കറ്റിൽ ഇമോഷണൽ ഫ്ലെക്സിബിലിറ്റിയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഓർക്കുക. ഓപ്ഷൻ ബയേഴ്സ് ഫാസ്റ്റ് മാർക്കറ്റിൽ ബിഗ് മൂവ് പിടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പ്രോബ്ലം സ്റ്റാർട്ടാകുന്നത്. ഇവിടെ കറക്റ്റ് മൈൻഡ് സെറ്റ് ഇതാണ്: മൂവ് മിസ്സായാലും കുഴപ്പമില്ല, പക്ഷേ ഇമോഷണൽ ഡാമേജ് ഉണ്ടാകരുത്. അതുകൊണ്ട് ഫാസ്റ്റ് മാർക്കറ്റിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എപ്പോഴും സെക്കൻഡറി ആയിരിക്കണം. പ്രൈമറി ഒബ്ജക്റ്റീവ് ഇനി പറയുന്നവയും: ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കാം ആയിരിക്കുക. നെക്സ്റ്റ് ഡിസിഷൻ എടുക്കുന്നത് ഫ്രഷ് മൈൻഡോടെ ആയിരിക്കണം. നിങ്ങൾ ഫാസ്റ്റ് മാർക്കറ്റിൽ ട്രേഡ് എടുത്ത് മൈൻഡ് ഡിസ്റ്റർബ്ഡായി എന്നിട്ട് നെക്സ്റ്റ് ട്രേഡ് ഇമോഷണൽ ആകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഫസ്റ്റ് ട്രേഡ് ഓൾറെഡി ഫെയിലിയർ ആയതുകൊണ്ടാണ്. ഫാസ്റ്റ് മാർക്കറ്റിൽ ഓപ്ഷൻ ബൈയിങ് ഒരു സ്കിൽ ടെസ്റ്റ് അല്ല, ഇറ്റ് ഈസ് എ സെൽഫ് കൺട്രോൾ ടെസ്റ്റ്. ഫാസ്റ്റ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം, പക്ഷേ മൈൻഡ് ലോസ് ചെയ്തെടുക്കരുത്. ഇനി നമുക്കൊരു സിമ്പിൾ എക്സസൈസ് ചെയ്തു നോക്കാം. 10 മിനിറ്റ്സ് സ്പീഡ് പോസ് എക്സസൈസ്. ഈ എക്സസൈസിന് ചില റൂൾസ് ഉണ്ട്. 1. മാർക്കറ്റിൽ സഡൻ ഫാസ്റ്റ് മൂവ് കണ്ടാൽ ഇമ്മീഡിയറ്റ്ലി ട്രേഡ് എടുക്കരുത്. 2. 10 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യുക. ഈ 10 മിനിറ്റിൽ നിങ്ങൾക്ക് സ്ക്രീൻ നോക്കാം, കാൻഡിൽസ് ഒബ്സർവ് ചെയ്യാം, പ്രീമിയം ബിഹേവിയർ നോട്ട് ചെയ്യാം, പക്ഷെ ട്രേഡൊന്നും എടുക്കരുത്. 3-ാമത്തെ റൂൾ: 10 മിനിറ്റ് കഴിഞ്ഞ് ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക: മാർക്കറ്റ് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റിയിൽ തന്നെയാണോ അതോ വെറും എക്സൈറ്റ്മെൻറ്റ് മാത്രമായിരുന്നു? മോസ്റ്റ് ടൈംസ് നിങ്ങളുടെ ആൻസർ വളരെ ക്ലിയർ ആയിരിക്കും. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമോഷൻ പീക്ക് കുറയുന്നത് നോട്ടീസ് ചെയ്യാം. പീക്ക് ഇമോഷൻ ഗോൺ മീൻസ് ബെറ്റർ ഡിസിഷൻ പോസിബിൾ. ഈ എക്സസൈസ് കൊണ്ട് നിങ്ങളുടെ ബാഡ് ട്രേഡ്സ് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അവോയ്ഡിംഗ് ബാഡ് ട്രേഡ്സ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു കൺസിസ്റ്റൻസി. മാർക്കറ്റിൽ സ്പീഡും ഇമോഷൻസും സാധാരണയാണ്. ഇമോഷൻസ് ഫീൽ ചെയ്യുന്നതല്ല പ്രശ്നം ഇമോഷൻ ഫോളോ ചെയ്യുന്നതാണ്. ഓപ്ഷൻ ബയേഴ്സിന് സർവൈവ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല, പകരം മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ഡേഞ്ചറസ് ട്രാപ്പിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം: ചീപ്പ് ഓപ്ഷൻസ് ആൻഡ് ഡിസിപ്ലിൻ ലോസ്. ചീപ്പ് ഓപ്ഷൻ പ്രീമിയം എങ്ങനെ ഡിസിപ്ലിൻ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നതാണ് വിഷയം. അവസാനമായി ഓർക്കുക, മാർക്കറ്റിൻ്റെ സ്പീഡ് എപ്പോൾ ചേഞ്ച് ആയാലും മൈൻഡിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് ചെയ്യും. ഇത്തരം ട്രേഡിംഗ് സൈക്കോളജി കണ്ടന്റ് നിങ്ങൾക്ക് ഗുണപ്രദമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി.